ഹായ് ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റം ഒരു ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് എടുത്തിട്ടുള്ളത് 250 ഗ്രാം അളവിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് അര സ്പൂൺ അളവിൽ ഉപ്പും അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരടപ്പിന് വിനാഗിരിയും ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ഇവിടെ എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ്. അത് 4 വശവും നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. എന്നാലേ നമുക്ക് കാണാനൊരു ഭംഗിയും കഴിക്കാനൊരു സുഖവും കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു കൈപ്പിടി അളവിലാണ് ക്യാബേജ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലും കുറച്ച് അളവിലാണ് ക്യാരറ്റും ക്യാപ്സിക്കും എടുത്തിട്ടുള്ളത്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും തന്നെ വെജിറ്റബിൾസ് മതിയാകും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 2 സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എനിക്കത് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡിലേക്ക് 1 സ്പൂൺ അളവിൽ മയോണൈസ് തേച്ച് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് എടുക്കുക, അതിലേക്ക് മയോണൈസ് ഇതേപോലെ തന്നെ പുരട്ടി കമഴ്ത്തി വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വീണ്ടും മയോണൈസ് 1 സ്പൂൺ ഒന്ന് തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ ടൊമാറ്റോയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ്, മാക്സിമം നല്ല വൃത്തിക്ക് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് ഒരു 4 സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അതും 2 എണ്ണമാണ് വെക്കുന്നത്. സ്ലൈസായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെക്കുന്നത് ഒണിയനാണ്. ഒരു വലിയ ഒണിയനാണ് കിട്ടിയേക്കുന്നത്. അതും സ്ലൈസ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ആയതിനു ശേഷം അടുത്ത സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് എടുത്ത് നമ്മൾ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അത് 1 സ്പൂൺ എടുത്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കമഴ്ത്തി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.